അങ്ങനെയാണെങ്കിൽ പാട്ട് പാടണം, പാട്ട് പാടിയിട്ട് വിടുള്ളൂ. അയ്യോ, അതാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. പാട്ട് പാടിക്കോ. ആദ്യമായി പഠിക്കോ. എന്നെ കൊണ്ട് അല്ലല്ല പാടണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യണ്ട. പാടിക്കോ. പാട്ടൊഴിച്ച് വേറെ എന്തും അക്ഷരം ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. എന്നെ കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. ആദ്യമായി എന്നൊന്ന് പറഞ്ഞേ, ആദ്യമായി എന്നൊന്ന് പറഞ്ഞേ. ആദ്യമായി എനിക്ക് സംസാരിക്കാൻ മാത്രം ആദ്യമായി പറയൂ. പറഞ്ഞോ. വരില്ല. ആദ്യമായി പറയൂ കുട്ടി. എന്റെ കുട്ടി ഉള്ളീന്ന് ആദ്യമായി എന്ന് പറയൂ. ആദ്യമായി അങ്ങനെ ഒന്ന് രീതിയിൽ പറഞ്ഞേ. അങ്ങനെ അത്ര രസത്തിൽ എനിക്ക് പാടാൻ പറ്റില്ല. രക്ഷയില്ല. പ്രേക്ഷകര് ഇവിടെ നിർത്തിപ്പോ ഞാൻ പാട്ട് ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. അയ്യോ ശ്രുതി പോയി. അയ്യോ പോയി. ഇതിപ്പോ ഞാൻ പാടിയിരുന്നെങ്കിൽ എന്താ അപ്പൊ ഇത്ര നല്ലൊരു പാട്ട് പാടിയ സമയത്ത് രതീഷേട്ടൻ ഒരു ഗസൽ സിംഗർ ആണ് എന്നുള്ളത് ഞങ്ങള് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഗസൽ ഗസലോ ആരത് പറഞ്ഞത്? ഞാൻ ഗസൽ സിംഗർ ഒന്നല്ല. അല്ലേ? അല്ലല്ല. എന്റെ ഇന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം മീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, മണിവളക്കിലിങ്ങണ കയ്യാളി നിൻ മണിവളക്കിലിങ്ങണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുഴുതിങ്കൾ ഇരിക്കണതാരാണ്, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഞാൻ ഗസൽ സിംഗർ അല്ല. ഞാൻ വെറുതെ ഗസൽ എന്ന് പറഞ്ഞ പാടിയെന്ന് മാത്രം.